അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കേസിലെ പ്രതി ഡോക്ടർ എം കെ റാമിന്റെ അറസ്റ്റാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയിൽ പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത്. രൂക്ഷമായ വിമർശനം കേൾക്കേണ്ടി വരുന്നു. പ്രതിയുടെ കൂടെ ശാപ്പാടടിച്ച് നടക്കുകയാണോ കേരള പോലീസ് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുന്നത്. എന്നിട്ട് കോടതി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ 10 വർഷം ഇതുപോലൊരു സംഭവം ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല പോലീസുമായി ബന്ധപ്പെട്ട് എന്ന് കോടതി പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ മനസ്സിലായല്ലോ കേസ് എങ്ങനെയാണ് പോകുന്നതെന്ന്. നിങ്ങൾ ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥനോട്, അന്വേഷണ ഉദ്യോഗസ്ഥനോട്, SP-യോടും DYSP-യോടും കോടതി നേരിട്ട് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു ഗതികേടിലേക്ക് കേരള പോലീസ് പോയ കേസാണ് ഈ നിതിൻ രാജിന്റെ മരണമെന്ന് പറയുന്നത്. ഏതായാലും എം കെ റാമിനെ ഇന്ന് കോളേജിൽ എത്തിച്ച് തെളിവെടുക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഇയാളെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തിരുന്നു. സന്തോഷുണ്ട് നമ്മളോടൊപ്പം. സന്തോഷ്, ഗുഡ് മോർണിംഗ്. സന്തോഷ്, പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കിയ വിഷയമാണ്. കോടതികളിൽ നിന്ന് രൂക്ഷമായ വിമർശനം കേൾക്കേണ്ടി വന്ന വിഷയമാണ്. നിർത്തിപ്പൊരിച്ച കേസാണ്. ഇനിയെങ്കിലും പഴുതടച്ചത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നുണ്ടോ? തെളിവെടുപ്പ് തുടരുകയാണോ? ഇന്ന് കോളേജിൽ എത്തിക്കുമോ? മനു, ഗുഡ് മോർണിംഗ്. ഈ ഒരു കേസിൽ ഡോക്ടർ റാമിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്നും തലശ്ശേരി സെഷൻസ് കോടതിയിൽ നിന്നും ഈ അന്വേഷണ സംഘത്തിന് രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വന്നിരുന്നു. ആദ്യം അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് പ്രതിയെ കോടതി വിട്ടയക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ ഈ പ്രതിയുമായുള്ള ഒത്തുകളിയാണ് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ ഉയർന്നിരുന്നു. അതിനുശേഷം പിന്നീട് കോടതിയിൽ നിന്നും വീണ്ടും അറസ്റ്റിനുള്ള അനുമതി വാങ്ങിയതിന് ശേഷമാണ് രണ്ടാമതും ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്തത്. അതിന് പിന്നാലെ ഈ കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ അന്വേഷണ സംഘം 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഈ കസ്റ്റഡിയിൽ വാങ്ങിയത് തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായാണ് 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഈ കേസ് ഇപ്പോൾ 3ാമത്തെ അന്വേഷണ സംഘമാണ് അന്വേഷിക്കുന്നത്. ഈ കസ്റ്റഡിയിലുള്ള ഡോക്ടർ റാമുമായി ഇന്നലെ ഈ സംഘം തെളിവെടുപ്പ് ആരംഭിച്ചു. ആദ്യം വീട്ടിലും പിന്നീട് ക്ലിനിക്കിലുമാണ് പോയത്. എന്തിനാണ് ഈ വീട്ടിൽ തെളിവെടുപ്പിന് കൊണ്ടുപോയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കാരണം ഈ സംഭവമായി കോളേജിൽ നടക്കുന്ന സംഭവമാണ്. വീട്ടിൽ എന്തോ ലാപ്ടോപ്പ് എടുക്കാൻ എന്നുള്ള രീതിയിലാണ് ഈ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. പിന്നീട് ക്ലിനിക്കും ഉൾപ്പെടെ തെളിവെടുക്കുന്നത് എന്തിനാണ് എന്നുള്ളതും സംശയമാണ്. ഏതായാലും ഇന്ന് കോളേജിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ സംഭവത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ഡോക്ടർ റാം ആ കോളേജിലേക്ക് പോകുന്നത്. കാരണം അവിടെയാണെന്നറിയാം വലിയ പ്രതിഷേധങ്ങൾ ഡോക്ടർ റാമിനെതിരെ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഡോക്ടർ റാമിനെതിരെ രൂക്ഷമായിട്ടുള്ള ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. എന്തായാലും ഇന്ന് ഈ പോലീസ് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘം ആവശ്യമായ മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് ഡോക്ടർ റാമിനെ ഈ കോളേജിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നത്. ഈ ഡോക്ടർ റാം അന്ന് ഈ നിതിൻ രാജുമായി ഈ നേരത്തെ സംസാരിച്ച സ്ഥലങ്ങൾ, ഈ കോളേജിൽ ഈ നിതിൻ രാജിൻ്റെ മരണത്തിന് മുൻപ് ഈ വിളിച്ചു വരുത്തിയ സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിരിക്കും ഇന്ന് പ്രധാനമായും ഈ അന്വേഷണ സംഘം തെളിവെടുപ്പിനായി ഡോക്ടർ റാമിനെ കൊണ്ടുപോകുമ്പോൾ ശേഖരിക്കുന്നത്. അതുകൂടാതെ വീണ്ടും ഈ പുതുതായി നിയോഗിച്ച അന്വേഷണ സംഘം, ആദ്യ അന്വേഷണ സംഘം ഈ അറസ്റ്റിൽ വൻ വീഴ്ച വരുത്തിയതിന് പിന്നാലെയാണ് പുതിയ ക്രൈംബ്രാഞ്ച് സംഘത്തിന് അന്വേഷണ ചുമതല കൈമാറിയത്. അതുകൊണ്ട് ഈ തെളിവെടുപ്പിലും ചോദ്യം ചെയ്യലുമെല്ലാം വീണ്ടും നടത്തണം എന്നുള്ളതാണ് പുതിയ അന്വേഷണ സംഘം പറഞ്ഞിട്ടുള്ളത്. നിതിൻ രാജിൻ്റെ മാതാപിതാക്കളിൽ നിന്നുൾപ്പെടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോളേജിലെ സഹപാഠികളിൽ നിന്നുൾപ്പെടെ മൊഴി രേഖപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ വലിയ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ജാഗ്രതയോടുകൂടി തന്നെയാണ് അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. മനു.